നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര പൂരം തിടമ്പേറ്റാൻ തൃക്കടവൂർ ശിവരാജു. തർക്കപരിഹാരം നറുക്കെടുപ്പിലൂടെ. തൃപ്രയാറിൽ നാടോടി സ്ത്രീകളുടെ ആക്രമണം, കല്ലേറിൽ കടയുടമയ്ക്ക് പരിക്ക്. അന്തിക്കാട് വെസ്റ്റ് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിൽ തിടമ്പേറ്റുന്നതിനായി ആനകളുടെ ഉയരത്തെ ചൊല്ലി ഉയർന്ന തർക്കം നറുക്കെടുപ്പിലൂടെ പരിഹരിച്ചു. പങ്കാളികളായ 7 ദേശക്കാരിൽ ചാഴൂർ ദേശത്തിന്റെ ചിറക്കൽ കാളിദാസിന്റെയും ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജുവിന്റെയും ഉയരത്തെ ചൊല്ലി ഉയർന്ന തർക്കമാണ് തിങ്കളാഴ്ച നറുക്കെടുപ്പിലൂടെ പരിഹരിച്ചത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ദേശ കമ്മിറ്റി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരിയാണ് നറുക്കെടുപ്പ് നടത്തിയത്. തിടമ്പെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്. പൂരം പ്രമാണിച്ച് നിങ്ങൾക്ക് തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആനയുടെ പുറത്ത് കയറ്റാൻ വേണ്ടി. അപ്പോൾ മഠം സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ അടുത്ത വർഷം മഠം തന്നെ പൂരം എന്നുള്ള എഴുന്നള്ളത്ത് നടത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സണ്ട കൂടാതെ സമാധാനത്തോടുകൂടി പൂരം നടത്താൻ നിങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഇതിങ്ങനെ ക്ഷേത്രം പ്രസിദ്ധി നിങ്ങൾക്ക് ആർക്കും പൂരം നടത്താനും പറ്റത്തില്ല, പൂരം കാണാനും പറ്റത്തില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരത്തിന് നിങ്ങളെ ആരെയും കേട്ടത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴും തൃപ്പുര ക്ഷേത്രത്തിൽ കേട്ടത്തില്ലായിരുന്നില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കേട്ടത്തില്ലായിരുന്നു. നിങ്ങളൊക്കെ ആ സങ്കേതത്തിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു വർഷത്തിൽ 10, 15, 20 വർഷം ദിവസങ്ങൾ പോകും. പക്ഷേ ഗുരുവിൻ്റെതായി ഇന്ന് ഈ പൂരത്തിന് വരുന്ന പല ആൾക്കാരും അടുത്ത വർഷം പൂരത്തിലെ കാണത്തുള്ളൂ. എല്ലാവരെയും സമ്മതത്തോടുകൂടി തുറക്കാണ്. ആലപ്പാട് പുള്ള് ഇത് വളരെ സമാധാനപരമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. ഒരു കാരണവശാലും ഇതൊരു വാശിയായിട്ട് എടുക്കരുത്. ഇത് നമ്മുടെ പൊതുവായ ദേശം ആലപ്പാട് പുള്ള് പുറന്തൂർ ദേശം. നറുക്കെടുപ്പിൽ ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജുവിന്റെ പേരാണ് ലഭിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരായ ഗ്രേഡ് SI മുരളീധരൻ, SI സതീഷ് എന്നിവരുടെയും വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ TS പ്രദീപ് കുമാർ, KV സാഗർ, NS സുഖദൻ, KC രാമചന്ദ്രൻ, KG ശിവജി, അജയൻ പറവത്ത്, സിദ്ധാർത്ഥൻ മാരാത്ത്, പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, ബോസ് കീഴ്മായിൽ, ഇന്ദുലാൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത്. ഉത്സവ തർക്കരഹിതമായും സന്തോഷത്തോടും ആഹ്ലാദത്തോടും വേണം ആഘോഷിക്കുവാൻ എന്നും അമിതാവേശവും വെല്ലുവിളികളും ഒഴിവാക്കണമെന്നും കൺവീനർ സുഗതൻ ഞാറ്റുവെട്ടി അഭിപ്രായപ്പെട്ടു. ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിൻ്റെയും ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിൻ്റെയും ആനകൾ തമ്മിലുണ്ടായ ഉയരത്തിനെ കുറിച്ചുള്ള തർക്കം കുറച്ച് മുറുകുകയും അത് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരുകയും ആ യോഗത്തിൽ പോലീസും ഫോറസ്റ്റും അധികൃതർ വരികയും രണ്ടു കൂട്ടരും പിന്നോക്കം പോവാതെ നിന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഉപദേശക സമിതിയുടെയും നിർദ്ദേശം മാനിച്ച് നറുക്കെടുക്കാനും ആ നറുക്കെടുപ്പിൽ വിജയിയാവുന്നവർക്ക് ഭഗവാന്റെ തിരുതടമ്പ് എഴുന്നള്ളിക്കാനുള്ള അവകാശം ലഭിക്കാനും ധാരണയായി. അതിൻ പ്രകാരം ഇന്ന് രാവിലെ 11 മണിക്ക് ആശ്രമ സെക്രട്ടറി ദിവ്യാനന്ദഗിരി സ്വാമികളുടെ നേതൃത്വത്തിൽ ഭഗവാന്റെ തിരുനടയിൽ വെച്ച് നറുക്ക് എടുക്കുകയും ആ നറുക്കെടുപ്പിൽ ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്ക് തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള അവകാശം ലഭിച്ചതായി ഇതിനാൽ അറിയിക്കുകയാണ്. 32 വർഷങ്ങൾക്കു ശേഷം തിടമ്പേറ്റാൻ തങ്ങളുടെ ആനയ്ക്ക് അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ആലപ്പാട് പുള്ള് പുറത്തൂർ കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു. ആലപ്പാട് പുള്ള് പുറത്തൂർ ഉത്സവ കമ്മിറ്റിക്ക് ഭഗവാന്റെ തിടമ്പേറ്റാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. 39 വർഷത്തിനു ശേഷമാണ് ആലപ്പാട് പുള്ള് പുറത്തൂർ ഉത്സവ കമ്മിറ്റിക്ക് ഇത്തരമൊരു അവസരം ലഭിക്കുന്നത്. ഈ ഉത്സവം ഏറ്റവും ഭംഗിയായും സമാധാനപരമായും തീർക്കുന്നതിന് വേണ്ടി തിടമ്പേറ്റുന്ന ഒരു ദേശം എന്ന നിലയിൽ
എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ആലപ്പാട് പുള്ള് പുറത്തൂർ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഒരു മത്സരത്തിൽ പോകാതെ ഇതിൽ തിടമ്പ് നഷ്ടപ്പെട്ട ദേശക്കാരുടെയും മറ്റ് ദേശക്കാരുടെയും ഒക്കെ തന്നെ സഹായങ്ങളും സഹകരണങ്ങളും ഈ ഉത്സവം ഏറ്റവും ഭംഗിയായി നടത്തി തീർക്കാൻ ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ വയ്ക്കുകയാണ്. ഒരു തർക്കമാണ് ഇവിടെ നമ്മളിന്ന് അമ്പലനടയിൽ വെച്ച് പരിഹരിച്ചത്. അതിൽ ഭഗവാൻ സോമശേഖരൻ്റെ നല്ല കടാക്ഷമുണ്ടായി ആലപ്പാടിന്. അതിന് ആലപ്പാടിൻ്റെ എല്ലാ ഇതിനും നമ്മൾ നല്ല ആശംസകൾ ഏൽപ്പിക്കും. ക്ഷേത്രോത്സവം ഭംഗിയായി നടക്കുന്നതിന് മുഴുവൻ പേരുടെയും സഹകരണം അനിവാര്യമായ ഘടകമാണെന്ന് ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരിയും വ്യക്തമാക്കി. മാർച്ച് 1-നാണ് പെരിങ്ങോട്ടുകര പൂരം. നാടോടി സ്ത്രീകളുടെ ആക്രമണം. തൃപ്രയാറിൽ കടയുടമയ്ക്ക് പരിക്ക്. തൃപ്രയാർ വർണ്ണ ഫാബ്രിക്സ് ഉടമ ബാബുവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കടയുടെ മുൻപിൽ നിന്ന് ആളുകളുടെ കയ്യിൽ ബലമായി പണം വാങ്ങുന്നത് ചോദ്യം ചെയ്യുകയും നീങ്ങാനും ആവശ്യപ്പെട്ടപ്പോഴാണ് കല്ലെറിഞ്ഞ് ആക്രമണം നടത്തിയത്. നമ്മുടെ കടയിൽ വന്നു പോകുന്ന കസ്റ്റമർക്ക് ഈ നാടോടികൾ വന്നിട്ട് വളരെ മോശം കാശൊക്കെ ചോദിച്ചാൽ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഞാൻ പോയിട്ട് അവരോട് പോകാൻ പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ അവരെ കല്ലെടുത്ത് എറിഞ്ഞ് മണ്ണ് വാരി കടയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വടിയിൽ തടിച്ച് ഓടിക്കാൻ നോക്കിയപ്പോൾ അവർ പിന്നെ എന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കി. അപ്പോഴേക്കും നമ്മുടെ ഇപ്രായത്തിലുള്ള കച്ചവടക്കാരെ കൂടി വന്നിട്ട് എല്ലാവരും കൂടി അവരോട് മാറ്റി പറഞ്ഞു. ചേട്ടൻ എന്താ ചെയ്തവര് ആക്രമിച്ചോ? ആ അവർ ആക്രമിച്ചതിൻ്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കാലൊക്കെ പൊട്ടി. കല്ലേറിൽ വർണ്ണ ഫാബ്രിക്സ് ഉടമ ബാബുവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. സമീപത്ത് നിന്ന് ഓടിയെത്തിയ മുഗൾ ജ്വല്ലറി ഉടമ അസീസിനെയും നാടോടി സ്ത്രീകൾ ആക്രമിച്ചു. സ്ത്രീകൾ വന്നിട്ട് ബാബേട്ടനെ കല്ല് തല്ലുന്നതും മണ്ണെടുത്തെറിയുന്നതും ഈ കാലൊക്കെ എന്തിപ്പിട്ടിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാ. ആ പെണ്ണ് അവളെ കയ്യിലുണ്ടായിരുന്ന വലിയ കരിങ്കല്ല് മേടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവളെ വായിലുള്ള മുറുക്കാനും സാധനമൊക്കെ എൻ്റെ ഷട്ടിലും ഒക്കെ ആയി. കണ്ടില്ലേ, ഷട്ടിലൊക്കെ ചോര മാതിരി ഈ മുറുക്കാനൊക്കെ ആയി. അപ്പോൾ അവരുടെ ശല്യം വളരെ കൂടുതലായിക്കാണ്. രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളെ കടയുടെ മുന്നിൽ ഇടുന്ന സാധനങ്ങൾ എത്ര സാധനങ്ങളും പറക്കിക്കൊണ്ട് പോലും ഒരു 50 ആളോളം നിരന്ന് കിടക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉള്ള ഇന്നൊക്കെ രാവിലെ നമ്മൾ എൻ്റെ കടയിൽ 3-4 പത്രം വരുന്നത്. ഈ പത്രം മുഴുവൻ അവർ ചീന്തിയിടലും എടുത്തുകൊണ്ട് പോലും വളരെ ദ്രോഹം അവരെ കൊണ്ടുണ്ട്. എന്തെങ്കിലും അധികാരികൾ എങ്ങനെയും ഇവരൊന്നും വിളിച്ചെടുത്തി തരണം. വലിയ ശല്യമായിട്ടുണ്ട് ഞങ്ങൾക്ക്. സംഭവത്തിൽ തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MS ബാബു, ട്രഷറർ സുരേഷ് ഇയാനി എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഉപദ്രവങ്ങളെ ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കടയിലുള്ളിൽ കയറിയിട്ട് ഈ പണിയൊക്കെ നടന്നത്. ഇത് ഞങ്ങൾ ഒരു കാരണവശാലും കഴിക്കില്ല. നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകണം. ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരോട് പറയും ഇന്നോട്ട് ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ശക്തമായി ഞങ്ങളിത് പ്രതിഷേധം രേഖപ്പെടുത്തും. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി COA തൃപ്രയാർ മേഖലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. മേഖലാ പ്രസിഡന്റ് TM റഹീം പതാക ഉയർത്തി. 14ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനമൊട്ടാകെ COAയുടെ പതാക ദിനം ആചരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഇന്നിവിടെ തൃപ്രയാർ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ പതാക ഉയർത്തിയിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ, ട്രഷറർ EL ടോണി, വൈസ് പ്രസിഡന്റ് CR രമണൻ, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ MT രഘു പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. COA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പതാക ദിനമാണ് ഇന്ന് നടക്കുന്നത്. 2, 3, 4 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന COA സംസ്ഥാന സമ്മേളനം ഇതിൻ്റെ പ്രചരണാർത്ഥം പതാക ദിനം TMCയുടെ COA തൃപ്രയാർ മേഖല കമ്മിറ്റിയുടെയും TMC ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലുള്ള ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നു. AKTA നാട്ടിക ഏരിയ കൺവെൻഷൻ നടത്തി. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായ സംഘടന എന്ന് പറയുമ്പോൾ ഒരാൾക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമുക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയാത്ത രീതിയിൽ വളരെ കൃത്യമായ തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് AKTA എന്ന തയ്യൽ തൊഴിലാളികളുടെ ഈ വർഗ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ മറ്റിതര ട്രേഡ് യൂണിയൻ സംഘടനകൾ
ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകളിൽ നിന്നുള്ള എതിർപ്പുകളെ, വെല്ലുവിളികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ്. പ്രസിഡന്റ് ഇ. എ. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലിജി നിതിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM രജനി കണക്കുകൾ അവതരിപ്പിച്ചു. AK സമീറ ആമുഖപ്രസംഗം നടത്തി. സീതാ KV അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PS മുഹമ്മദ് അലി സംസാരിച്ചു. ക്ഷേമനിധി അംശാദായം 20 രൂപയിൽ നിന്ന് 50 രൂപയാക്കി ഉയർത്തിയിട്ടും റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും പെൻഷൻ കുടിശ്ശികയാക്കുകയും ചെയ്ത നടപടി ഇല്ലാതാക്കി ആനുകൂല്യങ്ങൾ ക്ഷേമനിധി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യണമെന്നും ഇരട്ട പെൻഷന്റെ പേരിൽ വിധവാ പെൻഷൻ നിർത്തലാക്കിയത് പരിഹരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. 2 കേന്ദ്രങ്ങളിലായി നടന്ന ഹെൽപ്പ് ഡെസ്ക് ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നാട്ടിക CPM ലോക്കൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ ട്രഷറർ ജിനോയ്, സോന എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടത്തിയ ഹെൽപ്പ് ഡെസ്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമായ MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ സെക്രട്ടറി ജിജയ് പുളിക്കൻ, നിഷ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. വിഷ്ണു AKG, മറ്റു വിവിധ യൂണിറ്റ് സെക്രട്ടറിമാരായ ഇസ്മയിൽ, ഹിരൺ, രാജേഷ്, സൈലേഷ്, അനീഷ്, ദിവ്യ, രമേഷ്, സൗമ്യ, രൂപേഷ്, ബൂത്ത് സെക്രട്ടറിമാരായ പ്രഭാകരൻ, മജീദ്, ജനാർദ്ദനൻ, രവി കോളത്തേക്കാറ്റ് എന്നിവർ പങ്കെടുത്തു. ഹെൽപ്പ് ഡെസ്കിൽ 60ഓളം ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ഈ മാസം 29 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബും രാധാകൃഷ്ണ കലാകായിക വേദിയും ബോധി ഇന്ത്യയും സംയുക്തമായി കണ്ടശാങ്കടവിൽ മുത്തേടത്ത് കന്യക മഹേശ്വരി ക്ഷേത്ര പരിസരത്ത് രക്തദാന ക്യാമ്പും സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പും നടത്തി. ക്ഷേത്ര പരിസരത്ത് നടന്ന ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ KP പ്രവീൺജിത്ത് ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണ കലാകായിക വേദി പ്രസിഡന്റ് ആകാശ് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് സോൺ ചെയർപേഴ്സൺ MC മദനകുമാർ, സെക്രട്ടറി OM ബിജു, ട്രഷറർ KS സിൻകുമാർ, ബോധി ഇന്ത്യ പ്രസിഡന്റ് ജോഫി ജോൺ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ദേവി കൃഷ്ണ, ട്രഷറർ സ്നേഹ അരുൺ, മെമ്പർമാരായ മനു മോഹൻ, ബിദിൽ പ്രകാശ്, രജീഷ് കൊച്ചത്ത്, കണ്ണൻ കൂട്ടാല, ഗോകുൽ, അലൻ ആൻഡോ, അഖിൽ, ബോധി ഇന്ത്യ സെക്രട്ടറി ഷൈൻ മോഹൻ, ട്രഷറർ സ്മിനീഷ് നമ്പിയത്ത്, ലയൺസ് ക്ലബ്ബ് മെമ്പർമാരായ CP നന്ദൻ, MV ബാലകൃഷ്ണൻ, രഞ്ജിത്ത് വാസുദേവൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എന്തായാലും നമുക്ക് അത് അതിഗംഭീരമായി അതിൻ്റെ മാക്സിമം ആൾക്കാരെ കൊണ്ട് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ ഈ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ തോന്നിയതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇടവേള. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ്
കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുറ്റിച്ചൂർ വീട്ടിൽ രാഗിണി അനിൽകുമാറിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. അവർക്ക് കൊടുത്തിരുന്ന ഓക്സിജന്റെ ട്യൂബ് മാറ്റി മരണത്തിന് വിട്ട് ഈ പ്രായം കുറഞ്ഞ കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന വാർത്ത നമ്മൾ വായിച്ചു. അപ്പോഴാണ് കേരളത്തെക്കുറിച്ച് ലോകം ഒരു കാര്യം മനസ്സിലാക്കിയത്. 104 വയസ്സ് കഴിഞ്ഞ അമ്മച്ചി കോവിഡ് രോഗവിമുക്തിയായി നടന്നു നീങ്ങുന്ന കേരളത്തിന്റെ ചിത്രം. അതാണ് കേരളം. ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള ഒരു പ്രദേശമായി കേരളത്തെ ലോകാരോഗ്യ സംഘടന തന്നെ വാഴ്ത്തിയത് അങ്ങനെയാണ്. ഇതാണ് കേരളത്തിന്റെ മോഡൽ. കേരളം ഏത് മേഖലയെടുത്താലും ആ മേഖലയിൽ 1ാം സ്ഥാനത്തേക്ക് കേരളം നിൽക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ നമ്പർ 1 കേരളമാണ്. അത് 1957 സഖാ VMSന്റെ 1ാമത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തുടക്കം കുറിച്ച വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിലാണ് നാം ഈ നേട്ടം കൈവരിച്ചത്. CPM വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TI ചാക്കോ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സൻ, VD അനിൽകുമാർ, മേനക ടീച്ചർ, സരിത സുരേഷ്, രാജേഷ് കൊല്ലാടി, സുജിത്ത് അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. CPI കാരമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ധർമ്മൻ പറത്താട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI കാരമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ജോഷി ആമുഖ പ്രസംഗം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, CPI ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ദിനേശ് മടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണം അതൊരു പ്രധാനപ്പെട്ട ദൗത്യ പൂർത്തീകരണം നരേന്ദ്രമോദി എന്ന അവതാര പുരുഷനിലൂടെ നടപ്പിലാക്കി എന്നതാണ് BJPയും RSSും പ്രചരിപ്പിക്കുന്നത്. ശ്രീരാമൻ എന്ന് പറയുന്നത് ഇതിഹാസത്തിലെ പുരാണത്തിലെ എഴുതപ്പെട്ട ഒരു കഥാപാത്രമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ കഥാപാത്രത്തെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി BJP ദുരുപയോഗം ചെയ്യുകയാണ്. 1980 രൂപം കൊണ്ട ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പിച്ച വയ്ക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം, പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണവും ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഈ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങളാണ്. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു. അടുത്തുവരുന്ന പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം നേടുന്നതിനും വേണ്ടി നടത്തിയ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നത്. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികനായിരുന്നു. പ്രജേഷ് ശാന്തി, ഷിനോയ് ശാന്തി എന്നിവർ സഹകാർമ്മികരായിരുന്നു. മന്ത്രാർച്ചനയിൽ പങ്കെടുത്തവർക്ക് പൂജിച്ച പേന, ചരട്, സാരസ്വാതിരിഷ്ടം എന്നിവ പ്രസാദമായി നൽകി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ, VB ബൈജു, VC ഷാജി, VJ ഷാലി എന്നിവർ നേതൃത്വം നൽകി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവ്വഗതം പ്രസീദമേ മാരണ വിശേഷ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ
വലപ്പാട് കൂരിത്തറ തിരുപഴഞ്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേനലിന്റെ കാഠിന്യത്താൽ വലയുന്ന പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും വേണ്ടി തണ്ണീർക്കുടമൊരുക്കി. ദാഹജലം പറവകൾക്കുമുള്ള ദാഹജല പദ്ധതി അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് രായ്മരക്കാർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ രാമനാഥ് മൂത്താംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷൈൻ മൂത്താംപറമ്പിൽ, സതീശൻ മൂത്താംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. വേനൽ കടുത്തതോടെ ജലാശയങ്ങളിൽ വെള്ളം കുറഞ്ഞു വരുന്നത് ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനായി നാം രംഗത്തിറങ്ങണമെന്ന സന്ദേശമാണ് ഈ പദ്ധതിയിലൂടെ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ട്രഷറർ ഷാനിമ ഷൈൻ, PRO ജെൻസൺ വലപ്പാട്, ഭരണസമിതി അംഗങ്ങളായ രമേശ് എടക്കാട്ട്, ഷാജി ഇക്കണ്ടാപറമ്പിൽ, സജീവൻ മാരാത്ത്, സമിത അനിൽ, ലിജി സതീശൻ, മുഹമ്മദ് അലി പുതിയ വീട്ടിൽ, അനിൽ തേറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. നമ്മളെല്ലാം എന്നും പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾക്കിവിടെ KTR ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് നമ്മളുടെ സഹജീവികൾ, കൊച്ചുകിളികളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മൃഗങ്ങളും എല്ലാം വെള്ളം കിട്ടാതെ വലയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വ്യത്യസ്തമായ സമയങ്ങളിൽ അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ KTRയിലെ കൊച്ചുമക്കളെ ഇത് ഒരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. കാഞ്ഞാണി കുടുംബ ശ്രീ രുദ്രമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ 2 ദിവസങ്ങളിലായി നടത്തി വന്നിരുന്ന തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി. ആദ്യ ദിവസം രാവിലെ മുത്തപ്പൻ കളം, വൈകിട്ട് 6 മണിക്ക് ശേഷം ആശാൻ സ്വാമിക്ക് കളവും, പുലർച്ചെ 3 മണിയോടെ വിഷ്ണുമായ സ്വാമിക്ക് കളവും നടന്നു. 2ാം ദിവസം ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് കളവും, വൈകിട്ട് കരിങ്കുട്ടി സ്വാമിക്ക് കളവും നടന്നു. കാഞ്ഞാണി ഷജി രവീന്ദ്രന്റെ വസതിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. പുലർച്ചെ നടത്തിയ ഗുരുതി സമർപ്പണത്തോടെ തോറ്റമ്പാട്ട് മഹോത്സവത്തിന് സമാപനമായി. പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് മാപ്രാണം, സെക്രട്ടറി വിപിൻ കാഞ്ഞാണി, ട്രഷറർ ഷജി കാഞ്ഞാണി എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര വാഗാബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവന്ന വാഗാബോൺസ് ക്രിക്കറ്റ് ലീഗ് സീസൺ 3-ൽ SNA ക്രിക്കറ്റ് അസോസിയേഷൻ ജേതാക്കളായി. ട്രെൻഡ്സ് നാട്ടികയെ 10 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് SNA ക്രിക്കറ്റ് അസോസിയേഷൻ വിജയികളായത്. ട്രെൻഡ്സ് നാട്ടിക 2ാം സ്ഥാനവും ടോർപിഡോ 11 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 18 പഞ്ചായത്തുകളിൽ നിന്നുള്ള കളിക്കാരെ ഉൾപ്പെടുത്തിയാണ് VCL സീസൺ 3 നടത്തിയത്. 10 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. കൊച്ചി മെട്രോ DYSP സലിൽ KG, VCA രക്ഷാധികാരി ജയശ്രീ രാധാകൃഷ്ണൻ എന്നിവർ ട്രോഫികളും സമ്മാനത്തുകയും വിതരണം ചെയ്തു. DYSP സലിൽ KGക്ക് VCAയുടെ പ്രത്യേക പുരസ്കാരം ജയശ്രീ രാധാകൃഷ്ണൻ നൽകി. സമാപന ചടങ്ങിൽ VCA പ്രസിഡന്റ് ഡോക്ടർ ശിവദാസ്, മറ്റു VCA ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ക്രിക്കറ്റിനോട് എപ്പോഴൊരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് വന്നതിന് ശേഷം പോലീസിൻ്റെ ടീമുണ്ടായിരുന്നു. എന്നിരുന്നാലും പുറത്തെ പോലെ അത്ര ഫുട്ബോൾ കളിക്കുന്ന പോലെ ക്രിക്കറ്റിന് പോലീസിൽ പ്രചാരമില്ല. ഫുട്ബോളിന് ഇപ്പോഴും ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോഴെപ്പോഴും കളി അന്തർലീനായിട്ട് നമ്മളത് കിടക്കുന്നുണ്ട്. ആ കളിക്കാരോട് എപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് ഇത് കാണാൻ പറ്റിയില്ല. എന്നാലും നന്നായി കളിച്ചു എന്ന് ശിവൻ പറഞ്ഞു. അപ്പോൾ കളിയിൽ ജയിച്ചവർക്ക് മാത്രമല്ല, പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ചെമ്മാപ്പള്ളി കൂട്ടുമാക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ആഘോഷ ചടങ്ങുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടത്തി. ഞായറാഴ്ച നടന്ന താന്ത്രിക പൂജ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും തൃപ്രയാർ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയുമായ കാവനാട് മന വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച ഉത്രം വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി കുണ്ടായിൽ ദിലീപ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഉഷപൂജയ്ക്ക് ശേഷം അഷ്ടാഭിഷേകങ്ങൾ, വൈലോപ്പള്ളി തറവാട് ക്ഷേത്രത്തിൽ നിന്നും പറയെടുപ്പ്, കാഴ്ചശീവേലി, ഉച്ചപൂജ, പൂരം എഴുന്നള്ളിപ്പ്, നടയ്ക്കൽ പറയെടുപ്പ് എന്നിവ നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, നിറമാല, അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി തളിക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ KPR മോഹനനും സംഘവും അവതരിപ്പിച്ച ശാസ്താംപാട്ട്, ഹനുമാൻ സ്വാമിക്ക് പൂജ, സബരിവാര പൂജ എന്നിവയും നടത്തി. രാത്രി ചെമ്മാപ്പള്ളി കൊട്ടാരവളപ്പിൽ നിന്ന് പാലക്കൊമ്പെഴുന്നള്ളിപ്പ്, രാത്രി ഗുരുതിതർപ്പണം, മംഗളപൂജ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ക്ഷേത്ര സമിതി ഭാരവാഹികളായ KN ബാലകൃഷ്ണൻ, KV വേണു, KP വാസുദേവൻ, KR വൈശാഖ്, കൂട്ടുമാക്കൽ ഷീലാകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി.
വെറുപ്പിനെതിരെ ടി.എൻ. പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ഫെബ്രുവരി 28-ന് മണലൂർ ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, VG അശോകൻ എന്നിവർ കാഞ്ഞാണിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് രാവിലെ 8-ന് മുല്ലശ്ശേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ജാഥ AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെങ്കിടങ്ങ പഞ്ചായത്തിലെ ഏനാമാക്കലിൽ സമാപിക്കും. വൈകിട്ട് 4-ന് അരിമ്പൂർ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കി രാത്രി 8-ന് വാടാനപ്പള്ളി സെന്ററിൽ സമാപിക്കും. കോൺഗ്രസ് ഭാരവാഹികളായ KK ബാബു, PK രാജൻ, CM നൌഷാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങോട്ടുകര പൂരം തിടമ്പേറ്റാൻ തൃക്കടവൂർ ശിവരാജു. തർക്കപരിഹാരം നറുക്കെടുപ്പിലൂടെ. തൃപ്രയാറിൽ നാടോടി സ്ത്രീകളുടെ ആക്രമണം, കല്ലേറിൽ കടയുടമയ്ക്ക് പരിക്ക്. അന്തിക്കാട് വെസ്റ്റ് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.